BJP ഭരണത്തിൽ വന്നാൽ നമ്മുടെ നാടും ഇതുപോലെയൊക്കെ ആകുമായിരിക്കുമല്ലേ? വെൽക്കം ടു ഡേ 3 ഓഫ് ABC ട്രക്ക്. ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ട്രെയിൻ ജേണിയാണ്. കുറേ നേരം വണ്ടി പിടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് വെളിയിൽ നിന്നാണ് പല്ലേപ്പൊക്കെ ചെയ്തത്. വെളിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് പല്ല് തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് ഇതെല്ലാം. ഒരാവശ്യമില്ലെങ്കിലും സ്കിൻ കെയർ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. രാവിലെ ഒരു ചായ കുടി അത് മസ്റ്റാണ്. രാവിലത്തെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി പോകാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വിമൽ ബോലോ കേസരിയുടെ ആഡുമായിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. ഇവൻ്റെ പാൻ മസാലകളെല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമേ ബാൻ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. രാവിലെ ഒരു 9:30-10 മണിയോടെ വിശപ്പടിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി തുടങ്ങി. തലേ ദിവസം ഉണ്ടാക്കിയതുപോലത്തെ എൻ്റെ സ്പെഷ്യൽ സാൻഡ്വിച്ചും ഉണ്ടാക്കി അതും കഴിച്ചാണ് ഇന്ന് രാവിലെ ഞങ്ങൾ സർവൈവ് ചെയ്തത്. അത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ പണിയായിരുന്നു പണി. ഞങ്ങൾ കൊണ്ടുപോയ അരിയും പയറും എല്ലാം സെപ്പറേറ്റായി 4 പേർക്ക് 4 കവറായി വെച്ച് എല്ലാം കെട്ടി സെറ്റ് ചെയ്തു. ഇത് കുട്ടുവിനെ അറസ്റ്റ് ചെയ്തതല്ല, ഇത് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു സാറാണ്. അടിപൊളിയാണ്. ട്രെയിനിൻ്റെ ഡോർ സൈഡിൽ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ചകളൊന്നും ഫസ്റ്റ് എ സിയിലോ സെക്കൻഡ് എ സിയിലോ തേർഡ് എ സിയിൽ പോലും കിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. ഇതാണ് UP-യിലെ പാടനിരകൾ. ട്രെയിനിൽ നിന്ന് വാങ്ങിയ സമൂസ കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൊണ്ടാണ് ABC സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഞങ്ങൾ സർവൈവ് ചെയ്യാനുള്ളത്. ഫുഡ് നിങ്ങൾ ക്യാരി ചെയ്താൽ നിങ്ങൾക്ക് അത്ര എക്സ്പെൻസ് കുറയ്ക്കാനും പറ്റും. അങ്ങനെ അതെല്ലാം ഒതുക്കി പറക്കി വെച്ച് എല്ലാം റെഡിയായി ഇരുന്നപ്പോഴത്തേക്കും ഗോരഖ്പൂർ എത്തി. ട്രെയിനിൽ നിന്നിറങ്ങി അടുത്ത ലക്ഷ്യം ഇനി ബസ് സ്റ്റേഷൻ പിടിക്കണം. ബാഗിനൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ബായിയോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റേഷനിലേക്ക്. ഗോരഖ്പൂർ സ്റ്റേഷനിലേക്ക് ഒരു അവസ്ഥ നോക്കിയേ, എന്താല്ലേ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ചാടി നേരെ ബസ് സ്റ്റേഷനിൽ അടുത്തുള്ള ഒരു ഹോട്ടലിലോട്ട് വെച്ച് പിടിച്ചു. ബസ് വരാൻ അരമണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് ഓരോ ബിരിയാണിയും പറഞ്ഞ് നമ്മളിരുന്ന് കഴിച്ചു. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു, ടേസ്റ്റ് ഉണ്ട്. മധുരം അത് ജയൻ്റെ ഒരു വീക്ക്നെസ് ആണ്. കുറച്ച് ഉന്തും തള്ളിൻ്റെ ഇടയിൽ അങ്ങനെ ഞങ്ങൾക്കുള്ള സീറ്റ് ഞാൻ പിടിച്ചു. ഒരാൾക്ക് 150 രൂപയാണ് ഗോരഖ്പൂരിൽ നിന്ന് സൊനോലി ബോർഡറിലോട്ടുള്ള ഒരാളുടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അങ്ങനെ വെളിയിലത്തെ കാഴ്ചയും കണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. പെട്ടെന്ന് വണ്ടിയിൽ നിന്നു. എന്താണെന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഫ്രണ്ടിലത്തെ ടയറിന് എന്തോ ഒരു പ്രോബ്ലം. പിന്നെ വണ്ടി റെഡിയാവാൻ ഒരു 10 മിനിറ്റ് ആവുമെന്ന് അവർ പറഞ്ഞേ. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചു. സ്വീറ്റ്സും വെള്ളവും കൂടെ വാങ്ങിച്ചു. അതാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ രാത്രിയോടെ സൊനോലി ബോർഡർ നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി ഇന്ത്യൻ മണി നേപ്പാളിയാക്കി ബോർഡറിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ 100 രൂപ കൊടുത്താൽ 160 രൂപ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇന്ത്യക്കാർക്ക് ആധാർ മാത്രം മതി, വേറെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സിം എടുത്തു. സിം എടുക്കുമ്പോൾ നമസ്തേ സിം തന്നെ എടുക്കുക. അതാകുമ്പോൾ വില്ലേജസിലെല്ലാം അത്യാവശ്യം റേഞ്ചും കിട്ടും. രാത്രി പൊക്കാറയിലോട്ട് ബസ്സില്ല. ഞങ്ങൾ ഷെയർ ടാക്സിയാണ് എടുത്തത്. പെർ ഹെഡ് 800 രൂപ, ഇന്ത്യൻ റുപ്പി 800 രൂപയാണ് ആയത്. നിങ്ങൾക്ക് ബാർഗൈനിങ് സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും കുറയും. രാവിലെ 5 മണിയോടുകൂടി ഞങ്ങൾ പൊക്കാറയിലെത്തും. അങ്ങനെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നതുവരേക്കും ടാറ്റ.